പിണറായി വിജയൻ സാറിന് 1-2 തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഭക്ഷണത്തിന് മുമ്പിൽ ഇവരാരും കർക്കശക്കാരൻ നമ്മൾ കാണുമ്പോൾ സാറ് ഭയങ്കര ടഫാണ്. നമ്മൾ പറയുന്നതൊക്കെ സാർ ഇത് നല്ല മത്സ്യമാണ് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറയും എനിക്ക് വഴുതനങ്ങയുള്ള ഭക്ഷണം തരരുത് ആദ്യമേ പറയും, ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുത്താൽ ആസ്വദിച്ചിരുന്ന് വളരെ പതിയെ ഇരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അതും അപ്രിഷിയേറ്റ് ചെയ്യും. നല്ല മത്സ്യക്കറി, അതുപോലെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മീൻകറി, അത് ലോബ്സ്റ്റർ ഇഷ്ടമാണ്. ചില സമയത്തൊക്കെ നല്ല ചെമ്മീനൊക്കെ നമ്മൾ കൊണ്ടുവരും, സാർ ഇത് നല്ലതാണ്. അത് ചിലപ്പം പറയും വേണോ വേണ്ട, ഡയറ്ററി ഒക്കെ കാണുമായിരിക്കും. ഇത് നല്ല മത്സ്യമാണ്, ഫ്രഷ് ആണ്, ഇന്ന കായലിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞൊക്കെ കഴിക്കും. മമ്മൂക്കയുടെ അളവാണ് കറക്റ്റ് അളവിൽ ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്നത്. വിരാട് കോഹ്ലി ആണെങ്കിലോ? വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്, വീഗനാണ്. അദ്ദേഹത്തിന് സീ ഫുഡ് ഒന്നും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നാടൻ പച്ചക്കറിയുടെ ഒരു ഊണ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ കോഹ്ലി എന്ന് പറയുന്നതും ധോണിയും സീ ഫുഡ് കഴിക്കില്ല, ചിക്കനാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ബാക്കിയുള്ളവരെല്ലാം സീ ഫുഡ് പ്രേമികളാണ്. KL രാഹുൽ, അതേപോലെ രോഹിത് ശർമ്മ, ഇപ്പോഴത്തെ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഇവർക്കെല്ലാം മീൻ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് അങ്ങനെയുള്ള ഒരാൾക്കാർ. അതൊരു എന്റെ ലൈഫിന്റെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയും വർഷമായിട്ട്. കാരണം ഇവർക്ക് ഒത്തിരി പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു പറഞ്ഞത് ഇതിപ്പോ റീസെന്റ് ആയിട്ട് അധികം അടുത്ത് പറഞ്ഞിട്ടില്ല. വളരെ ഈ റെസ്റ്റോറന്റിന്റെ അപ്പൊ കമലഹാസൻ എന്ന് പറയുന്നത് എന്റെ പേഴ്സണലി കൊച്ചുനാൾ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ്. കമലഹാസന്റെ കാര്യങ്ങളൊക്കെ കേട്ടുള്ളൂ. അപ്പം ഒരു പാൻ ഇന്ത്യൻ രജനീകാന്തിനെ പിന്നാണ് നമ്മൾ അറിയാം. പിന്നീടാണ് രജനീകാന്ത്, കമൽ എന്ന് പറയുന്നത്, പിന്നെ അമിതാഭ് ബച്ചൻ, ആ ലെവലിലോട്ടാണ്. പിന്നെ മമ്മൂക്ക, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ എല്ലാ മലയാളികളുടെ പോലെ ഒരു ലെവൽ. അത് കഴിഞ്ഞ് കമൽ, അതിന്റെ തൊട്ട് മുകളിൽ കമൽ അല്ലെങ്കിൽ രജനി സാറ് അങ്ങനെ വരും. പിന്നെ ഒരു അമിതാഭ് ബച്ചൻ, അങ്ങനെ പിന്നെ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു നമുക്കൊരു ബിംബമുണ്ട് ഇല്ല. ഇവരൊക്കെ അവരുടേതായ അതൊക്കെ എത്ര ഫാൻ ആണെങ്കിലും ഇവരെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ ഈ കമൽ സാറിനെ ചെറുപ്പം പോലെ കാണാം, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു കമൽ സാറിന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് തരാം. അതെന്താ, പിന്നെന്താ, കാണാം, എപ്പോഴെങ്കിലും പുതിയ മൂവി ഉണ്ട്, ചിലപ്പോൾ കൊച്ചിയിൽ വരുന്നുണ്ട്, അപ്പൊ വേണേ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയും, ഇപ്പോൾ ഇത് നമ്മുടെ കാര്യങ്ങൾ അറിയും. ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ചെന്നൈയിൽ ഒരു ദിവസം അദ്ദേഹം ഫ്രീ ആണ്, വന്നാൽ കാണാം, വരൂ, പെട്ടെന്ന് വരൂ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാനത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ റെസ്റ്റോറന്റ് തുടങ്ങുന്ന, എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വരിക എന്നുള്ളത് അതിന്റെ ഇടയിലാണ്. അപ്പൊ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അപ്പൊ ഈ ഒരു 9-ാം തീയതി 7-ാം തീയതിയാണ് ഇത് അറിയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് കരിമീൻ വേണം, അതും കരിമീൻ മാത്രമേ കഴിക്കൂ. അങ്ങനെയുണ്ടല്ലേ? പുള്ളി പറയുന്നത് ഞാൻ ഷൂട്ടിങ്ങിന് വന്നു,